ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയ സ്നേഹിതർക്കും സഹോദരി എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ഇത് നമ്മളുടെ 147-ാം പ്രേയർ സൂം മീറ്റിംഗ് ആണ്. ഇന്ന് സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥനാപൂർവം നമുക്കിരിക്കാം. നമ്മൾ ഫസ്റ്റ് തെസ്സലോനിയൻ 5-ാം അധ്യായത്തിന്റെ 16 മുതൽ 16 to 18 നമ്മളിങ്ങനെ വായിക്കുന്നു. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. നമ്മൾ അതേക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്തു വന്നാലും നമ്മൾ സ്തോത്രത്തോടുകൂടെയാണ് ദൈവസന്നിധിയിലായിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ മീറ്റിങ്ങിന്റെ ഓർഡർ ക്രമീകരിച്ചിരിക്കുന്ന ഈ രീതിയിലാണ്. ആദ്യമായിട്ട് പ്രൈസ് ആൻഡ് പ്രേയർ സിസ്റ്റർ ലത സ്വരൂപ്, അതിനുശേഷം 2 ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് ജിന്ദമോൾ, പിന്നീട് 20 മിനിറ്റ് നേരത്തേക്ക് വചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനായിട്ട് സിസ്റ്റർ ഷേർലി കോശി. അതിനുശേഷം ബ്രേക്ക് ഔട്ട് റൂമിൽ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് പോകും. 7:25 വരെയാണ് പ്രാർത്ഥനയ്ക്കുള്ള സമയം. പിന്നീട് എല്ലാവരും കടന്നു വന്ന് ക്ലോസിംഗ് പ്രേയർ ഉണ്ട്, അത് ബൈ സിസ്റ്റർ ബീന ജോൺ. ഇങ്ങനെ ഇപ്രകാരമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ബ്രേക്ക് ഔട്ട് റൂമിൽ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും ജോയിൻ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ആരും വചനധ്യാനം കഴിഞ്ഞു പോകരുത്. അതിനുശേഷം ക്ലോസിംഗ് പ്രേയറിനും എല്ലാവരും കടന്നു വരണം. പിന്നീട് നമുക്ക് പിരിയാം. ഓക്കെ, ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഇരിക്കാം. ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് സിസ്റ്റർ ലത സ്വരൂപിനെ ക്ഷണിച്ചോളൂ. സിസ്റ്റർ ലത. പ്രാർത്ഥിക്കാം. കാരുണ്യവാനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഈ നല്ല സന്ധ്യാസമയത്തിനായിട്ട് അടിയങ്ങൾ അങ്ങേ വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയങ്ങൾക്ക് ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും സഹോദരന്മാർക്ക് ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ പിന്നെയും കർത്താവെ ഫ്രൈഡേ 147-ാമത്തെ പ്രയർ സൂം മീറ്റിങ്ങിനായിട്ട് കൂടി വരുവാൻ ദൈവം അവിടുന്ന് പുണ്യമല്ലോ, അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എത്രത്തോളം അടിയങ്ങളെ ഓരോരുത്തരെയും കർത്താവെ, അടിയങ്ങളുടെ ലൈഫിൽ ഓരോരുത്തരുടെയും ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നുവെങ്കിലും അതിലെല്ലാം കർത്താവെ സാനാന്തി പറഞ്ഞതുപോലെ അടിയങ്ങൾക്ക് കർത്താവെ സന്തോഷിപ്പാനും സ്തോത്രം ചെയ്യുവാനും ഇതുവരെയും ഇടയാക്കിക്കൊണ്ട് ായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. തുടർന്നും അടിയങ്ങൾ കർത്താവെ ദൈവസന്ധി ഈ സമയമായിരിക്കുമ്പോൾ അടിയങ്ങൾക്ക് വാസ്തവമായി അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും കർത്താവെ ദൈവസന്ധിയിലായിരിക്കുമ്പോൾ അടിയങ്ങൾ ഒരുമിച്ച് ആത്മീയ സന്തോഷം അനുഭവിക്കുവാൻ അവിടുന്ന് ഇടയാക്കി തീർക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഇന്നത്തെ പ്രയർ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ട് അടിയങ്ങൾ അവിടുത്തെയോട് അപേക്ഷിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വാഗ്ദത്ത പ്രകാരം 2-3 പേർ അങ്ങയുടെ നാമത്തിൽ കൂടുകയും അങ്ങയുടെ സാന്നിധ്യം അവിടുന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണല്ലോ. ആകയാൽ അടിയങ്ങൾ ഈ ഓൺലൈൻ മാധ്യമത്തിലാണെങ്കിലും അങ്ങയുടെ നാമത്തിലാണല്ലോ കൂടി വന്നിരിക്കുന്നത്. വാസ്തവമായിട്ടും കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങളുടെ മധ്യത്തിൽ ഉണ്ട് എന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഇന്നത്തെ പ്രോഗ്രാം കർത്താവെ ഓരോന്നും ദൈവനാമ മഹത്വത്തിനും അതായത് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പോടും കൂടെ കർത്താവെ പ്രിയ സഹോദരിമാർക്ക് ചെയ്യുവാന് അവിടുന്ന് കൃപ നൽകി കൊടുക്കുമാറാണം. ലീഡ് സാറാൻഡി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അന്ത്യം ദാസിയോടൊപ്പം കൂടെ ഇരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ കൃപയാൽ ഉറക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പാട്ടുകള് പാടുന്ന ജിന്റെ മോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് വേണ്ടി നല്ല ഗാനങ്ങൾ ആലപിക്കുവാന് അത് കേട്ട അടിയങ്ങളും കർത്താവെ അടിയങ്ങളും ഓരോരുത്തരും ദൈവത്തെ മഹത്വപ്പെടുത്തും. അങ്ങയുടെ സന്നിധിയില് ആ സന്തോഷം ധാരാളമായിട്ട് അനുഭവിച്ചുകൊണ്ട് ദൈവങ്ങളായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. അതിനുശേഷമുള്ള അങ്ങയുടെ ദാസിയിലൂടെ സിസ്റ്റർ ഷേർലി കോശിയിലൂടെ അടിയങ്ങളോട് സംസാരിക്കുമാറാണ്. അടിയങ്ങളുടെ ഹൃദയങ്ങളെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുക്കുന്ന ആ മെസ്സേജ് കർത്താവെ അങ്ങയുടെ ദാസിയിലൂടെ അവിടുന്ന് വിളമ്പി തരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് അങ്ങയുടെ ദാസിയെ ബലപ്പെടുത്തുമാറാണം. അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച കർത്താവെ, അങ്ങയുടെ വചനം കർത്താവെ ഐശ്വര്യമായി കർത്താവെ അടിയങ്ങളുടെ മധ്യത്തില് വിളമ്പി തരുവാൻ തൊക്കെയാണ് അങ്ങയുടെ ദാസിയെ അവിടുന്ന് ബലപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കരങ്ങളിൽ അങ്ങയുടെ ദാസി അടിയങ്ങൾ വഹിക്കുകയാണ് കർത്താവെ. അത് കഴിഞ്ഞ അടിയങ്ങൾക്ക് കർത്താവെ പലവിധമായ വിഷയങ്ങളുമായിട്ട് കർത്താവെ അടിയങ്ങൾ ചാറ്റ് റൂമിൽ ഒരുമിച്ച് കൂടുമ്പോൾ ആ പ്രയർ മാറ്റേഴ്സ് ഒക്കെയും കർത്താവെ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ എത്തിച്ചുകൊണ്ട് കർത്താവെ കഴിഞ്ഞ നാളുകളിൽ അടിയങ്ങൾക്ക് അനേക വിഷയം തന്ന ദൈവം കർത്താവെ ഈ
അതിന്റെ മേൽ കർത്താവെ അവിടുന്ന് പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ മാറ്റേഴ്സ് ഒക്കെയും ദൈവസന്നിധിയിൽ ഭരമേൽപ്പിക്കുവാൻ സ്തോത്രത്തോടുകൂടെ ഭരമേൽപ്പിക്കുവാൻ അവിടെ സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനമായുള്ള ക്ലോസിംഗ് പ്രെയർ ചെയ്യുന്ന സിസ്റ്റർ ബീനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ോളം ബലപ്പെടുത്തി വിവിധ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുവാൻ അവിടുന്ന് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങനെ അടിയങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന അത് ചെറുതോ വലിപ്പ ചെറുപ്പോ ഒന്നും നോക്കാതെ കർത്താവെ അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ദൈവത്തിന് പ്രസാദകരവുമാണ്. കർത്താവെ അടിയങ്ങൾ ചെയ്യുവാൻ തക്കോണം സഹോദരിമാരെ എല്ലാവരെയും ബലപ്പെടുത്തുമാറാണമേ. അങ്ങനെ സമയമായിരിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം ആദ്യോടന്ത്യം അടിയങ്ങളുടെ മധ്യത്തിൽ അനുഭവിച്ചറിയുവാൻ സഹായിക്കണം. പിന്നെ യാതൊരു കൂടാതെ വണ്ണം കർത്താവെ മീറ്റിന് ആദ്യോടന്ത്യം എല്ലാം ക്ലിയർ ആയിട്ട് കർത്താവെ എല്ലാവർക്കും അത് കേൾക്കുവാനും എല്ലാവരും ഓഡിബിൾ ആയിരിക്കുവാനും അവിടുന്ന് സഹായിക്കണം. ഓരോരുത്തരെയും തിരുത്തുമാറാണെന്ന് അപേക്ഷിച്ചുകൊണ്ട് അടിയന്റെ വാക്കുകൾ ചുരുക്കുന്ന സ്ഥലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകി തന്ന കർത്താവ് കേൾക്കണം പിതാവേ. താങ്ക് യു സിസ്റ്റർ ലത. 95-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക, സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ വരിക. നമുക്ക് അടുത്തതായിട്ട് 2 ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് ജിന്തമോൾ ക്ഷമിച്ചോളൂ. ജിന്തമോൾ. ും
Statement that I choose wedding and making it hard one and calling of a loved one seems to have been statement.
താങ്ക് യു ചിന്തമോൾ. കഴിഞ്ഞോ? താങ്ക് യു ചിന്തമോൾ. നല്ല മനോഹരമായ 2 ഗാനങ്ങൾ ആലപിച്ചു. ദൈവം നല്ല ശബ്ദം തന്ന് അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അടുത്തതായിട്ട് നമുക്ക് വചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. സിസ്റ്റർ ഷേർലി കോശി നമ്മളോടൊപ്പം ഉണ്ട്. അടുത്ത 20 മിനിറ്റ് സമയം വചന പഠനത്തിനായിട്ട് സിസ്റ്റർ ഷേർലി കോശിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സിസ്റ്റർ ഷേർലി. മ്യൂട്ടഡ് ആണ്. ദൈവത്തിന് മഹത്വം. വീണ്ടും പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരുവാൻ ദൈവം തന്ന നല്ല സമയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു മനോഹരമായ അവസരം ഒരുക്കി തന്ന പ്രിയ സഹോദരിമാരോടുള്ള നന്ദിയും ഈ സമയം ഞാൻ അറിയിക്കുന്നു. അനേക പ്രാർത്ഥനാ വിഷയത്തെ നമ്മൾ ഏറ്റെടുക്കുകയും അതുമൂലം നമ്മളുടെ ആത്മീയ ജീവിതം വളരുവാനും അത് വർദ്ധിച്ചതായിട്ട് നമുക്ക് തന്നെ മനസ്സിലാക്കുവാനും ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളോട് ഓരോരുത്തരോടും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവസ്നേഹത്തിനായിട്ട് വീണ്ടും നമുക്ക് സ്തുതിക്കാം. ദൈവവചന പഠനവും പ്രാർത്ഥനയും ഈ 2 വിഷയത്തെക്കുറിച്ച് ചെറിയ രീതിയിൽ സംസാരിക്കാനാണ് ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നത്. ഇതിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ളത് പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ്. ദൈവിക പഠനത്തിലാണോ കൂടുതൽ സമയങ്ങൾ ചെലവഴിക്കേണ്ടത്, അതോ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണോ? എന്നാൽ ദൈവവചനത്തിൽ തന്നെയാണെന്നുള്ളതാണ് എന്നിലുള്ള ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്ക് കൂടി വരുമ്പോഴൊക്കെയും പ്രാർത്ഥനയ്ക്ക് മുൻപായിട്ട് പ്രിയ സഹോദരിമാർ ഒരു 20 മിനിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് വചനം ഷെയർ ചെയ്യുവാൻ വേണ്ടിയിട്ട്. ദൈവവചന കേൾവി എന്ന് നമ്മൾ പറയുന്നത് അത് വ്യക്തികളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ്. ഒരിക്കലും
നമ്മുടെ ബുദ്ധിയിൽ നിന്നോ നമ്മുടെ സ്വയമായിട്ടുള്ള വാക്കുകളിൽ നിന്നോ ദൈവവചനം നമ്മൾ പറയുവാനോ അത് നമ്മൾ കേൾക്കുവാനോ ഇടയാകരുത്. പലപ്പോഴും ഞാൻ ദൈവിക ശബ്ദം കേൾക്കുവാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്താതെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അത് പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അത് എൻ്റെ ജീവിതത്തിൽ ദൈവ പഠനത്തിന് വേണ്ടി സമയം കണ്ടെത്താതെ പ്രാർത്ഥനയ്ക്കായിട്ട് കിട്ടുന്ന സമയങ്ങളൊക്കെയും പ്രാർത്ഥനയ്ക്കായിട്ട് ചെലവഴിക്കുന്ന ഒരു സ്വഭാവം എന്നിലുണ്ട്. അത് എന്നിൽ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നതിന് മുൻപായിട്ട് ദൈവത്തിന് എന്താണോ നമ്മളോട് സംസാരിക്കുവാനായിട്ടുള്ളത് അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഞാൻ തന്നെ സംസാരിച്ചാൽ ആ വ്യക്തിക്ക് എന്ത് തോന്നും? തീർച്ചയായിട്ടും ഒരു മടുപ്പ് തോന്നും. അവൻ നമ്മളെക്കുറിച്ച് മനസ്സിൽ പല കാര്യങ്ങളും ചിന്തിക്കും. അങ്ങനെ ഓപ്പോസിറ്റ് ആൾക്ക് പറയുവാനുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ നമ്മൾ തയ്യാറല്ല. എനിക്ക് അവരോടുള്ള റെസ്പെക്ട് എന്താണ്? ആ വ്യക്തിയോടുള്ള ബഹുമാനം എവിടെ പോയി? അങ്ങനെയെങ്കിൽ എന്റെ ദൈവം എത്രമാത്രം ഈ ദിവസങ്ങളിൽ എന്നെ സഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. പലപ്പോഴും പല കാര്യങ്ങളും ദൈവത്തിന് പറയുവാനായിട്ടുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങൾ തന്നെ ദൈവത്തോട് പല കാര്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ ആ വിഷയം ശരിയാണോ, ആ വിഷയം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത് ശരിയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചതിന് ശേഷം മാത്രമേ, അത് ദൈവവചന പ്രകാരം അത് ശരിയാണോ, എന്താണ് എനിക്ക് ദൈവത്തോട് സംസാരിക്കുവാനുള്ളത് എന്ന് ചിന്തിക്കാതെ പലപ്പോഴും ദൈവസന്നിധിയിൽ അടുത്തു വരുന്ന അവസ്ഥ അത് ദൈവവചനത്തിന്റെ ആഴത്തെ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. പലരും പല പ്രാർത്ഥനാ വിഷയങ്ങളും നമ്മളോട് ആവശ്യപ്പെടും. വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ അവരോട് ഒരു വചനം നമ്മൾ പറയുവാൻ നമ്മുടെ മുൻപിൽ സമയമില്ല. പലപ്പോഴും ഞാൻ വളരെയധികം എന്നും 2 മണിക്കൂർ യാത്ര ചെയ്താണ് പോകുന്നതും വരുന്നതും. അങ്ങനെ മൊത്തം 4 മണിക്കൂറാണ് ഈ പുറത്തുള്ളവരുമായിട്ട് യാത്രയിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ചെലവഴിക്കുന്നത്. എന്നാൽ ആ സമയങ്ങളൊക്കെയും അനേക സമയങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ട് ദൈവവചനം മറ്റുള്ളവരോട് പറയുവാനായിട്ട്. എന്നാൽ അതിന് സമയം കണ്ടെത്തുന്നില്ല. എന്നാൽ മറ്റുള്ളവർ നമ്മളോട് ഒരു പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ആവശ്യത്തെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥനയുടെ വില മനസ്സിലാക്കിയ നമ്മൾ ദൈവവുമായിട്ടുള്ള ആഴമേറിയ ആ ബന്ധത്തിന്റെ സഹായത്താൽ മാത്രമേ ദൈവത്തോടുള്ള സംസാരത്തിന്റെ ഫലം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവ സ്നേഹം അത് മാറാത്ത സ്നേഹമാണ്. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് വചനം നമ്മൾ ശരിക്കും പഠിച്ചതിന് ശേഷം മാത്രമേ ആ മാറ്റമില്ലാത്ത സ്നേഹത്തിന്റെ ആഴത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുമൂലം ഉണ്ടാകുന്ന സംസാരത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. വചനം പറയുന്നത് അവർ അപേക്ഷിച്ചു, അവൻ അവർക്ക് കൊടുത്തു. ഇത് ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് പറയുന്നത്. എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം അയച്ചു. അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു, അവരെ സഹായിച്ചു, അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. എന്നാൽ ദൈവവചനം അവർ മനസ്സിലാക്കാതെ, ആശ്രയിക്കാതെ, അതിൽ അനുസരിക്കാതെ, ദൈവകരങ്ങളിൽ തന്നെ ഏൽപ്പിക്കാതെ അവർ പ്രാർത്ഥിച്ചു. അതുകൊണ്ടുള്ള ശിക്ഷയും അവർക്ക് ലഭിച്ചു. എങ്കിലും ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തു. അതോടൊപ്പം അവർക്ക് അവരുടെ പ്രാണന് ക്ഷയം വരികയും ചെയ്തു. ഇസ്രായേൽ മക്കൾ ദൈവത്തോട് പല പ്രാവശ്യം നിലവിളിച്ചു. വീണ്ടും അവർ തെറ്റിപ്പോവാനിട വന്നു. ദൈവശബ്ദം കേൾക്കുവാൻ അവർ തയ്യാറാകാത്തതാണ് അവർ തെറ്റിപ്പോവാനായിട്ട് ഇടയായി തീർന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകേണ്ടതായ ചില കാര്യങ്ങൾ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ദൈവ ആശ്രയം വേണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ ആശ്രയം വേണം. അതാ പ്രാർത്ഥിക്കുന്ന സമയത്ത് പോരാ, അതിനു മുൻപ് തന്നെ നമ്മൾ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് വേണം ദൈവസന്നിധിയിലേക്ക് നമ്മൾ അടുത്തു വരുവാൻ വേണ്ടിയിട്ട്. പിന്നെ
വേറെ രണ്ടാമത്തെ കാര്യം, ഒരു ഉറപ്പ് നമുക്ക് വേണം. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നമുക്ക് ദൈവത്തിലൊരു ഉറപ്പ്, ഞാൻ ആരുടെ മുൻപിലാണ് ഇരിക്കുന്നത്, ഞാൻ ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധം, ആ ഒരു ഉറപ്പ് നമുക്ക് ആവശ്യമാണ്. സന്തോഷം, വളരെ സന്തോഷത്തോടു കൂടി, നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കിതെല്ലാം ഉള്ളതാണ്. എങ്കിലും നമ്മൾ ദൈവസന്നിധിയിൽ അടുത്ത് വരുമ്പോൾ, പ്രാർത്ഥനയ്ക്കായിട്ട് അടുത്ത് വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ സന്തോഷം, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നതായ ആ സന്തോഷം, അത് ദൈവത്തിലുള്ള ഒരു ആശ്രയമായി തീരുകയും, അത് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും എന്നുള്ള ഒരു ഉറപ്പ്, അതെ ഇതെന്റെ നായകനാണ്, എനിക്ക് വേണ്ടി സകലവും ആയി കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി ജീവൻ തന്ന ആ ദൈവത്തിന് എന്നെ സഹായിക്കാനായിട്ട് കഴിയുകയില്ലേ? തീർച്ചയായിട്ടും ആ ഒരു ഉറപ്പ്, ജീവൻ തന്ന് നമ്മളെ സ്നേഹിച്ച ആ ദൈവത്തിന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് എന്നുള്ളതും, നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം നന്നായിട്ട് അറിയുന്ന ഒരേ ഒരു ദൈവമാണ് സ്വർഗത്തിലുള്ളത്. ആ ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും ഉള്ള ആശ്രയം വേണം, ഉറപ്പ് വേണം, ആ സന്തോഷത്തോടു കൂടി വേണം നമ്മൾ ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തോട് യാചിക്കുവാൻ വേണ്ടി. ദൈവവചനത്തോട് അനുസരണം കാണിക്കുവാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ദൈവവചനത്തോടെ ഉള്ള അനുസരണം, ദൈവം പല കാര്യങ്ങളും ദൈവം നമ്മളോട് അരുളി ചെയ്തിട്ടുണ്ട്. അത് പലപ്പോഴും എന്റെ ജീവിതത്തിൽ അത് അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്. അത് എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ വചനം ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അത് കാണിക്കുവാനുള്ള ഒരു മനോഭാവവും നമ്മളിൽ ഉണ്ടാകണം. അത് ദൈവവചനം ധ്യാനിക്കുവാനുള്ള ഒരു ആർത്തി, ആ ആർത്തി നമ്മളിൽ ഉണ്ടാകുമ്പോൾ ആ ദൈവവചനത്തിൻ്റെതായിട്ടുള്ള ആ തൃപ്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ ദൈവത്തോടുള്ള ആ സ്നേഹം നമ്മളിൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആ വർധനയിൽ കൂടി ആ സ്നേഹത്തിന്റെ മറവിൽ ഇരുന്നു കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ദൈവത്തോട് നമ്മുടെ ആത്മാവിന്റെ ദാഹം തീർക്കുവാൻ വേണ്ടി ഒരു മറയും കൂടാതെ, നമുക്ക് പലരോടും പല കാര്യങ്ങളും പറയുവാനായിട്ട് കഴിയയില്ല. എന്നാൽ നമ്മുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നതായ ദൈവത്തിന്റെ മുൻപിൽ നമുക്കെല്ലാം തുറന്നു പറയുവാൻ, കാരണം ആ ദൈവ സ്നേഹത്തിന്റെ മറവിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ദൈവത്തോട് തുറന്നു പറയുന്നതായിരിക്കണം നമ്മളുടെ പ്രാർത്ഥന. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവിന്റെ ദാഹവും വിശപ്പും തീരുവാനായിട്ട് കാരണമായി തീരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങളുണ്ട്. ഞെരുക്കത്തിൽ ഇരുന്ന നമ്മളെ വിശാല സ്ഥലത്ത് ആക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് മതിയായവനാണ്. നമ്മുടെ നിലവിളിയെ ദൈവം ഒരിക്കലും കേൾക്കാതെ വരികയില്ല. ദൈവസന്നിധി മാത്രമേ നമുക്ക് ആശ്വാസം തരികയുള്ളൂ. ആ ദൈവത്തിൽ ആണ് നമ്മൾ ആശ്രയിക്കുകയും ആ വചനത്തിൽ നമ്മൾ വേരൂന്നി ദൈവസ്നേഹത്തിന്റെ ആഴത്തെ മനസ്സിലാക്കി അവിടുത്തെ ദൈവസന്നിധിയിൽ അടുത്തു വന്ന് ആ ആഴമേറിയ സ്നേഹത്തോടു കൂടി തന്നെ നമ്മുടെ കാര്യങ്ങളെ പറയുവാൻ വേണ്ടി ദൈവം നമ്മളെ അനുവദിച്ചിട്ടുണ്ട്. വചനത്തിൽ പല പ്രാവശ്യവും നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പി എന്ന് പറഞ്ഞാൽ ശാരീരികമായ ഉറക്കത്തിന്റെ കാര്യമല്ല. നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു പ്രാർത്ഥിക്കണമെന്നല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ ശാരീരിക ഉറക്കമല്ല ഇവിടെ പറയുന്നത്. ആത്മാവിന്റെ തണുത്ത അവസ്ഥ ഒക്കെയും മാറ്റി നമുക്ക് ഊർജമുള്ളവരായിട്ട്, അതെ ഉല്ലാസമുള്ളവരായിട്ട്, അതിലൊക്കെ ഉപരിയായിട്ട് ദൈവത്തിലുള്ള ഉറപ്പുള്ളവരായിട്ട് നമ്മൾ വേണം ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട്. ആ ഒരു ശാരീരിക ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് പ്രാർത്ഥിക്കുവാനായിട്ടല്ല, ആത്മാവിന്റെ ഉണർവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ രീതിയിൽ നമ്മള് ദൈവസന്നിധിയിൽ അടുത്തു വരണം. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ എത്രമാത്രം നമ്മള് ഈ വാക്കുകൾ അന്വർത്ഥമാക്കി മുന്നോട്ട് പോകണം. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും വളരെയധികം പരീക്ഷകൾ കടന്നു വരുന്നുണ്ട്. എന്നാൽ അതിൽ പരീക്ഷ വരണ്ട എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരണ്ട എന്നല്ല, രോഗങ്ങൾ വരണ്ട എന്നല്ല, എന്നാൽ ഇതൊക്കെയും തരണം ചെയ്ത് മുന്നോട്ട് പോവാനുള്ള ദൈവിക ശക്തിക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ ദൈവം നമ്മൾക്ക് വചനത്തിൽ കൂടി തന്നിരിക്കുന്ന ആ ഉറപ്പ് നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ജീവിതത്തില് നമ്മൾ മക്കളാണ്. നമ്മൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെയാണ്
ദൈവം നമ്മിലേക്ക് അയച്ചിരിക്കുന്നത്. അത് ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ആ സ്നേഹത്തിന്റെ ആഴം, അത് വളരെ ആഴമേറിയ ഒരു ബന്ധമാണ് നമുക്കും നമ്മുടെ ദൈവവുമായിട്ടുള്ളത്. അപ്പൊ ആ ആഴമേറിയ സ്നേഹത്തിന്റെ അതിന്റെ വിലയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ദൈവസന്നിധിയിൽ അടുത്തു വരികയും ദൈവവചനം പഠിക്കുകയും ആ വചന അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ലോകത്തിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, പ്രാർത്ഥിക്കാത്ത ആരും കാണുകയില്ല. എന്നാൽ അവർക്ക് യഥാർത്ഥമായ അവരുടെ പ്രാർത്ഥന എവിടെയാണ്? യഥാർത്ഥമായിട്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല. അവർ ജസ്റ്റ് ഓരോ ദിവസവും ഓരോ നിമിഷവും ഒരു പരീക്ഷ എഴുതുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ജോലിക്കായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, കടഭാരങ്ങളിൽ നിന്ന് വിടുതലുള്ളവരാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെയും അവരുടെ ജഡീകമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ച് അവർക്കൊക്കെയും പലപ്പോഴും അവർക്ക് ഇതിന് ഉത്തരം ലഭിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ നമുക്ക് നമ്മുടെ യേശുക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ സ്നേഹബന്ധം അത് വളരെ ആഴമേറിയ ഒരു ബന്ധമാണ്. ആ റിലേഷൻഷിപ്പിന്റെ മറവിൽ ഇരുന്നുകൊണ്ട് വേണം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങുവാനും. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സാമീപ്യം നമ്മൾ അനുഭവിച്ചറിയണം. പ്രാർത്ഥിക്കുമ്പോൾ മാത്രം മതിയോ പ്രാർത്ഥനയുടെ ഈ പ്രാർത്ഥനയുടെ ദൈവിക കരുണ? അത് പ്രാർത്ഥനയിൽ മാത്രം പോരാ, നമ്മൾ ഓരോ നിമിഷവും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവസ്നേഹത്തിന്റെ ആ മഹാത്മ്യത്തെ നമ്മൾ അനുഭവിച്ചറിയുകയും ഈ അനുഭവത്തിലേക്ക് അനേകരിലേക്ക് പകരുവാൻ തക്കവണ്ണം ഈ സത്യത്തെ നമ്മൾ മറച്ചു വെക്കാതെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യാതെ അവരോട് സത്യത്തെ പറയുവാൻ തക്കവണ്ണം ഉള്ള ആ കൃപ നമുക്ക് ആവശ്യമാണ്. ഏത് സമയത്തും പ്രാർത്ഥിക്കുവാൻ ദൈവവചനം നമ്മളോട് അരുളി ചെയ്തിട്ടുണ്ട്. ഏത് സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാനും ഉള്ള ആ സമയം നമ്മൾ കണ്ടെത്തണം. ദൈവവചനം ധ്യാനിക്കണമെങ്കിൽ സമയം കണ്ടെത്തണം. ഇപ്പൊ പ്രാർത്ഥിക്കുവാനാണെങ്കിൽ നമുക്ക് ഏത് സമയത്തും പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ നടപ്പിലും ഇരിപ്പിലും ജോലി സ്ഥലത്തും യാത്രയിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവവചനം ധ്യാനിക്കണമെങ്കിൽ അതിന് പ്രത്യേക ഒരു സമയം കണ്ടെത്തണം. കാരണം അതിൽ പൂർണ്ണ ശ്രദ്ധ നമുക്ക് വേണം. എങ്കിൽ മാത്രമേ ആ വചനം നമ്മളോട് സംസാരിക്കുന്നതായി, അതെ എൻ്റെ ജീവിതത്തിൽ എന്നോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് അത് അനുഭവപ്പെടുകയും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുവാൻ കാരണമായി തീരുകയും ചെയ്യും. ദൈവം നമ്മളോട് സംസാരിക്കുവാൻ തയ്യാറാണ്. എന്നാൽ ആ ശബ്ദത്തിന് ചെവി കൊടുക്കുവാൻ എനിക്ക് സമയമില്ല. ഞാൻ എൻ്റെ കുടുംബം, എൻ്റെ ജോലി, എൻ്റെ മക്കൾ, ഇത് മാത്രമായിട്ട് ഞാൻ ഈ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ ഓടി നടക്കുകയാണ്. എന്നാൽ ഇതിന്റെ പല സമയങ്ങളിലും ദൈവം എൻ്റെ അടുത്ത് വരുന്നുണ്ട്, എന്നോട് കൂടെ നടക്കുന്നുണ്ട്, എന്നോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കുവാനുള്ള സമയമോ സാഹചര്യമോ എൻ്റെ ജീവിതത്തിൽ ഇല്ല. ഒരു ദിവസം പല സമയങ്ങളിലും എൻ്റെ ആവശ്യങ്ങളുമായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ അടുത്ത് വരുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ എത്രമാത്രം അവനോട് പറ്റിച്ചേർന്ന് അവന്റെ മാറോട് ചേർന്ന് നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുകയും അതിനനുസരിച്ച് ദൈവിക വചന അടിസ്ഥാനത്തിൽ തന്നെ ദൈവവചനം മനസ്സിലാക്കിയിട്ട് അതിനടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ എല്ലാവരെയും അവിടുന്ന് ഇടയാക്കട്ടെ. ദൈവത്തിന് പറയുവാൻ അവസരം നമ്മൾ കൊടുക്കണം. പലപ്പോഴും നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ദൈവം പറയുന്നതൊന്നും കേൾക്കാനുള്ള സമയം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നില്ല. ഞാൻ പറയുന്നതെല്ലാം ദൈവം ക്ഷമയോടെ കേട്ട് ഓരോ ദിവസവും തെറ്റാതെ എൻ്റെ ആവശ്യ നേരങ്ങളിൽ എന്നോട് കൂട്ടായിട്ട് നടന്ന് ഇത്രത്തോളം നടത്തിയ ദൈവത്തിന്റെ ശബ്ദം കേട്ട് നമുക്ക് മുന്നേറാം. എങ്ങനെയാണ് നമ്മുടെ കാന്തൻ നമ്മുടെ ഉള്ളിൽ ആശ്വാസമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്? ദൈവശബ്ദം കേൾക്കുമ്പോൾ ആണ്. കാരണം ദൈവം നമ്മളോട് അരുളി ചെയ്തിട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഈ ശബ്ദം നമ്മൾ കേൾക്കണം. ദൈവവചനത്തിൽ മാത്രമാണ് ഈ ശബ്ദമുള്ളത്. നീ ഭയപ്പെടേണ്ട എന്നുള്ളത് ദൈവവചനത്തിൽ മാത്രമുള്ളതാണ്. ദൈവവചനം ധ്യാനിക്കുമ്പോൾ മാത്രമേ ഈ ശബ്ദം നമുക്ക് കേൾക്കുകയും നമ്മുടെ ഉള്ളിൽ അത് ഇറങ്ങി ചെല്ലുകയും ആ രീതിയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുകയും ചെയ്യും. ഞാൻ നിന്റെ ദൈവമാണ് എന്നുള്ള ശബ്ദം നമ്മുടെ കാതുകളിൽ എപ്പോഴും മുഴങ്ങി കേൾക്കേണ്ടതാണ്. ഈ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിട്ട്
വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവകൽപ്പനയാകുന്ന വചനത്തെ പൂർണ്ണമായിട്ടും അനുസരിച്ചും അതിനെ മാനിച്ചും പ്രാർത്ഥനയിൽ പോരാടുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിലും അതിനുവേണ്ടി നമ്മളെ തന്നെ ദൈവത്തിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മളോട് ഇടപെടും. ദൈവവചനത്തിൽ കൂടി മാത്രമേ ദൈവം നമ്മളോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുള്ളൂ. വേറെ ഒരു പുസ്തകവും നമ്മൾ വായിക്കേണ്ട കാര്യങ്ങളില്ല. നമ്മൾ ദൈവവചനത്തിന് മുമ്പിൽ സമയങ്ങളെ ചെലവഴിച്ച് എങ്ങനെയാണോ ദൈവം നമ്മളെ സ്നേഹിച്ചത്, ആ സ്നേഹത്തിന്റെ ആഴത്തെയും അതിന്റെ നീളത്തെയും ഒക്കെ മനസ്സിലാക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. മാനുഷികമായ ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളത് പലപ്പോഴും നമ്മൾ മറന്ന് ജീവിക്കുന്നു. ആ രീതിയിൽ അതിന്റെ ആ വിലയെ നമുക്ക് മനസ്സിലാക്കി ദൈവസ്ഥനെ അടുത്ത് വന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെയാണ് ഇത്രയും സഹോദരിമാർക്ക് അടുത്ത് വരുവാനും ദൈവിക കാര്യങ്ങളിൽ ഏർപ്പെടുവാനും ഒക്കെയും ദൈവ സമയവും സാഹചര്യവും ഒക്കെ ദൈവമാണ് നമുക്ക് തന്നത്. നമ്മളാൽ നമുക്ക് ഒരിടത്തും കടന്നു പോകുവാനായിട്ട് കഴിയുകയില്ല. ദൈവവചനം കേൾക്കുവാനായിട്ട്, ദൈവസന്നിധിയിൽ അടുത്തു വരുവാനായിട്ട്, ദൈവത്തോട് സംസാരിക്കുവാൻ നമ്മളാൽ നമുക്ക് കഴിയുകയില്ല. ദൈവം നമ്മളെ കൂട്ടി വരുത്തണം. ആ രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് ക്രമീകരിപ്പാൻ തക്കവണ്ണം എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എന്റെ ചുരുങ്ങിയ വാക്കുകളിൽ നിന്ന് താങ്ക് യു സിസ്റ്റർ ഷേർലി. നല്ല പവർഫുൾ ആയിട്ട് നമ്മളോട് സംസാരിച്ചു. ദൈവം നമുക്ക് എല്ലാവർക്കും തിരക്കേറിയ ജീവിതമാണ്. അതിനിടയിൽ സമയം കണ്ടെത്തി എങ്ങനെ ദൈവസന്നിധിയിൽ ഇരിക്കണമെന്നും ധ്യാനിക്കണമെന്നും സിസ്റ്റർ നമ്മളെ ഓർപ്പിച്ചു. നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നതിന് മുൻപ് ദൈവം നമ്മളോട് എന്തോ സംസാരിക്കാനുണ്ട് എന്നുള്ളത് ശ്രദ്ധയോടെ കേൾക്കുവാൻ തക്കവണ്ണം വരുന്ന ദിവസങ്ങളിൽ ഈ വചനം നമ്മെ സഹായിക്കട്ടെ. വളരെ അനുഗ്രഹീതമായ സമയമായിരുന്നു. താങ്ക് യു സോ മച്ച് സിസ്റ്റർ. ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ, ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ. ഇനി അടുത്തതായിട്ട്